അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജിൽ കെംസ്പെയർ ക്ലബ്ബ് ഉദ്ഘാടനവും സംരംഭക നവീകരണ സെമിനാറും സംഘടിപ്പിച്ചു. ഔദ്യോഗിക ഉദ്ഘാടനം യുവസംരംഭകനും എഞ്ചിനീയറുമായ റിനു തോമസ് നിർവഹിച്ചു. ശാസ്ത്രരംഗത്ത് ക്രിയാത്മക നവീകരണങ്ങളും സംരംഭക വികസനവും ലക്ഷ്യമിട്ട് അരുവിത്തുറ സെന്റ് ജോർജ് കോളേജ് കെമിസ്ട്രി വിഭാഗം, കോളേജിലെ IPR സെല്ലും ഗണിതശാസ്ത്ര വിഭാഗവുമായി സഹകരിച്ച് ശാസ്ത്ര സംരംഭക നവീകരണ സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാറിന്റെയും കെംസ്പെയർ ഇന്നവേഷൻ ആൻഡ് റിസർച്ച് ക്ലബിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം യുവ സംരംഭകനും എഞ്ചിനീയറുമായ റിനു തോമസ് നിർവഹിച്ചു. ഒരു പ്രാവശ്യം ഈ ജോർജ് ബി ഡാൻസിംഗ് ക്ലാസ്സിലേക്ക് വരാൻ ഒരു 10 മിനിറ്റ് ലേറ്റായി. ബോർഡിൽ 2 സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബ്ലംസും കിടക്കുന്നത് കണ്ടു. ഡാൻസിംഗ് പ്രൊഫസറോട് ചോദിച്ചു, ഇത് അസൈൻമെന്റ് പ്രോബ്ലം ആണെങ്കിൽ എന്ന് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ചോദിച്ചു. പ്രൊഫസർ 2 ആഴ്ച സമയം കൊടുത്തു. 2 ആഴ്ച കൊണ്ട് ഈ ജോർജ് ബി ഡാൻസിംഗ് എങ്ങനെയൊക്കെ ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്രൊഫസർ പറഞ്ഞത്, ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലെ അൺസോൾവ്ഡ് പ്രോബ്ലംസ് ആയിട്ട് അറിയപ്പെട്ടിരുന്ന കുറെ കാലമായിട്ട് മിത്ത് പോലെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഐൻസ്റ്റീൻ വരെ സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടത് മിത്തായിട്ട് പറയുന്നതാണെങ്കിൽ 2 സ്റ്റാറ്റിസ്റ്റിക്കിലെ അൺസോൾവ്ഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അന്ന് അയാൾക്ക് സാധിക്കുകയും അയാൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്ലിയിലെ, അതായത് എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ യൂണിവേഴ്സിറ്റികളുടെ ആദ്യത്തെ ടോപ്പ് 5 വരുന്ന യൂണിവേഴ്സിറ്റികൾ, അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി മാറുകയും ചെയ്ത ഒരു വലിയ സംഭവം ഉണ്ടായി. അവിടെ അയാൾ പറയുന്ന ആ പ്രൊഫസർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു പ്രശ്നവുമില്ലാതെ വളരെ കൂളായിട്ട് ഒരു അസൈൻമെന്റ് പ്രോബ്ലമായിട്ട് അറ്റാക്ക് ചെയ്തതെന്ന് മാത്രമാണ് എനിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും സാധിച്ചതെന്നും അങ്ങനെ അതുപോലെ ഇത് ശാസ്ത്രരംഗത്തെ നൂതനാശയങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങളാക്കി മാറ്റുവാൻ ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിലുവാനി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് ബർസർ റവറന്റ് ഫാദർ ബിജു കുന്നക്കാട്ട്, കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ഗ്യാബിൾ ജോർജ്, ഡോക്ടർ നിഹിത ലിൻസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഐഫോറിയ ന്യൂസ്, പാല.